അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊർണാഡോ ആണ്. അപ്പോൾ ടൊർണാഡോക്ക് ആവശ്യമായിട്ട് 4 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം, കാരണം നമ്മൾ ടൊർണാഡോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ഞാൻ 4 സ്ക്വയറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതേപോലത്തെ പൊട്ടറ്റോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറ്റിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ഷേപ്പിലായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്, നമുക്കിത് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ട രീതിയിൽ ഇത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ കട്ടിയോട് കൂടിയിട്ടും അല്ല, എന്നാൽ നന്ന നേർത്തിട്ടും അല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ബാറ്റർ ആകുന്ന സമയത്താകുമ്പോഴേക്കും ഇതിൻ്റെ കളർ മാറുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടിയിട്ട് വേണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ വേണ്ടത് ചാറ്റ് മസാലയാണ്, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് വേണ്ടതെന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനിതിൽ കാണിച്ചു തരാം. അതുപോലെ വെള്ളം ഒഴിച്ചു, അത്രക്ക് വെള്ളം മതി. അപ്പോൾ അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ലൂസാക്കാനും പാടില്ല, നന്നായിട്ട് ടൈറ്റ് ആക്കാനും പാടില്ല. ഇതേപോലത്തെ ഒരു ലെവലിലാണ് വേണ്ടത്. ഇപ്പോൾ ഇനി ഞാനിത് പൊട്ടറ്റോയിലേക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇറക്കി വെച്ചിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടാറ്റോയിൽ ഇത് നന്നായിട്ട് പൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ടുള്ള എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു ഭാഗം ആയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒരു പ്ലക്കർ വെച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിതൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൊർണാഡോക്ക് ഒരു മസാലയും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടറ്റോയിൽ ഇതൊന്ന് സ്പിൻ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതൊന്ന് സ്പിൻ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതാ നമ്മൾ പൊട്ടറ്റോ ടൊർണാഡോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മൾ മാളിലെല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ടൊർണാഡോ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇനി മുതൽ 8 to 9 മണിൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.